നായികയല്ലേ നമുക്ക് പ്രധാനം. ആരാ നായിക? മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു കുലുക്കിയ നായിക ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ്. ഒറ്റ നോട്ടത്തില് നമ്മൾ വിചാരിക്കും ഇതൊരു സിനിമയുടെ ഷൂട്ടിംഗ് ആണെന്നുള്ളത്. പിന്നെ സിനിമാക്കാർക്ക് ശല്യമൊന്നും കൂടാതെ ഷൂട്ടിംഗ് നടത്താൻ നമ്മൾ സഹായം ചെയ്തു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു വെബ് സീരീസിന്റെ ഷൂട്ടിംഗ് ആണെന്നുള്ളത്. കാരണം ട്രെയിൻ ഇറങ്ങണില്ല. പക്ഷെ ഇതൊന്നുമല്ല. അവൻ വന്ന വഴി തന്നെ വർക്ക് തുടങ്ങി. ഇതാണ് സത്യമായിട്ടുള്ള പ്രണയം അഥവാ കുലിസിതം. കുലിസിതം എന്ന് കുശുമ്പുള്ളവർ പറയണതാണ് കേട്ടോ. പക്ഷെ ശരിക്കും ഇത് പ്രേമം. പ്രേമം ഈ പ്രേമം കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ ഇതിനു വേണ്ടിയാണ്. ഇതിങ്ങനെ പ്രേമം അടക്കാൻ പറ്റാത്ത പ്രേമം എന്ന് പറയുമ്പോൾ കാമം അതും കൂടി മിക്സ് ചെയ്യുന്നതാണ് ഈ പ്രേമം. കുറച്ചുകൂടെ ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടി കൊടുത്തു. മാംസനിബന്ധമല്ലാത്ത രാഗമാണ് ഈ പ്രണയം. അപ്പൊ ഈ പ്രേമം ഇങ്ങനെ മൂത്ത് 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 ഉള്ളടക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തില് ട്രെയിനാണെന്നോ അല്ലെങ്കിൽ ബസ്സാണെന്നോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പാണെന്നോ ക്ലാസ് മുറി ആണെന്നൊന്നും ഈ ചേട്ടനും ചേച്ചിമാർക്കൊന്നും ബോധോദയം ഉണ്ടാവില്ല. സമൂഹത്തിന്റെ ഓരോ പോക്കെ. അവർക്ക് ഉള്ളിലുള്ള ആ ഒരു തീ അണയാനുള്ള ഒരു വെപ്രാളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അവരെന്ത് ചെയ്തു? അതൊരു ട്രെയിനാണ് എന്നുള്ളത് അങ്ങോട്ട് മതി മറന്നു. പക്ഷെ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? എനിക്ക് തോന്നുന്നില്ല. മുകളിലെല്ലാം കാണുന്നുണ്ട് എന്നുള്ളൊരു വാക്യാർത്ഥത്താകുന്നത് അവിടെ അപ്പോഴാണ്. പരിസരബോധം എന്നുള്ളൊരു കാര്യം അപ്പൊ അവര് മറന്നുപോയി. ഓരോരുത്തർ പറയുന്നത് കേട്ടാ തൊലി ഉരിഞ്ഞു പോകും. രണ്ടുപേരോടും കൂടെ ചോദിക്കുന്നത്, എടോ തനിക്ക് നാണമില്ലേടോ? ഇല്ല. അത് തന്നെ. പരിസരബോധം കുറച്ചുണ്ടാവാമായിരുന്നു. അവരെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസരത്തിൽ എങ്ങനെ പരിസരം ശ്രദ്ധിക്കും എന്നുള്ളത് ഞാൻ ചിന്തിച്ചില്ല. അയ്യേ, ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. അവിടെ പാവയ്ക്കത്തോട്ടത്തില് അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്കുക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചാവോ? ആർക്കായാലും ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമല്ല. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ കേട്ടോ. ട്രെയിനാണെന്നോ ബസ്സാണെന്നോ വന്ദേ ഭാരതാണെന്നോ പ്ലെയിനാണെന്നോ ഒന്നും നോക്കണ്ട യാതൊരു കാര്യവും ഇല്ല. മാധ്യമേ, നമ്മളെ മോള് വിചാരിച്ച പോലും അല്ലല്ലോ. നമ്മുടെ മോളോ? അല്ല, നിങ്ങളെ മോള് തന്നെ. ഇഷ്ടമുള്ള പോലെ ആസ്വദിക്കുക, ആർമാദിക്കുക, എൻജോയ് ചെയ്യുക. അങ്ങനെ തന്നെയല്ലേ വേണ്ടത്? കന്നിമാസത്തിലെ പട്ടികൾ പോലും ഇത്ര ആക്രാന്തം കാണിക്കില്ല. ഇത് പ്രേമമല്ല, ഒരു തരം ഞരമ്പ് രോഗം.